നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക സിനിമയിൽ അതിൽ ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ പറയുന്ന സാധനമുണ്ട്. തമിഴ്നാട് പോലെ ഞങ്ങൾ കേരളം ബംഗാളികളും ബുദ്ധിജീവികളുടെ നാടാണ്. അപ്പോൾ ഒരു കുറേ കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബുദ്ധിജീവികളുടെ നാടാണ്, അവിടെ BJPയുടെ ഹിന്ദു പൊളിറ്റിക്സിനോ അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തിനോ അവിടെ സ്ഥാനമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞൊരു 2 പതിറ്റാണ്ടായിട്ട് BJP ഇതിന് ബംഗാൾ പിടിക്കാനുള്ള പദ്ധതികൾ വളരെ ആസൂത്രിതമായിട്ട് തന്നെ അവരത് നടപ്പിൽ വരുത്തി. BJPക്കാരും CPM കോൺഗ്രസും ഒക്കെ അകത്ത് കോൺഗ്രസോ BJP ആയിരിക്കുകയും പുറത്ത് അവർ TMC ആയിട്ട് എന്താ പറയുക പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞപ്പോൾ ഇതിന് തൊട്ട് മുന്നേ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ വ്യാപകമായ ആക്രമണമായിരുന്നു. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. വെറുതെ ആക്രമണ സംഭവങ്ങളും ബൂത്ത് പിടുത്തവും മാത്രമല്ല, പലർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. 2019 അവിടെ BJP ഏതാണ്ട് ചുവട് ഉറപ്പിച്ചു തുടങ്ങി. അവിടെ ശരിക്കും അഴിമതി ആരോപണങ്ങൾ ഒരുപാട് വന്നു. ഇപ്പോൾ ശാരദാ ചിറ്റ് ഫണ്ട്, ഇപ്പോൾ 2011 BJPക്ക് 4% വോട്ടാണ്, ഒരു സീറ്റില്ല. 2016 10% വോട്ട് കിട്ടി, 3 സീറ്റ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയൊരു ക്വാണ്ടം ജമ്പാണ്. 3.5 പതിറ്റാണ്ട് നീണ്ട CPM ഭരണത്തോടും സ്വന്തം പാർട്ടിയോടും പടപൊരുതിയിട്ടാണ് ശരിക്കും മമതാ ബാനർജി ബംഗാളിൽ മുഖ്യമന്ത്രിയാവുന്നത്. അന്ന് മമതാ ബാനർജി ഏറ്റവും കൂടുതൽ സർക്കാരിനെ എതിർത്തിരുന്നത് പ്രതിപക്ഷത്തെ അടിച്ചിരുത്തുന്നു അല്ലെങ്കിൽ അക്രമം അഴിച്ചുവിടുന്നു എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിലേറുകയും അതിനെതിരെ പൊരുതിക്കൊണ്ടാണ് വന്നതും. പക്ഷേ 15 വർഷം, നമ്മൾ ഈ നീണ്ട 15 വർഷം കണ്ട മമതാ ബാനർജിയുടെ ഭരണവും അതിൽ നിന്നൊട്ടും വ്യത്യസ്തമായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്നു ബംഗാളിൽ BJP നേടിയ വൻ വിജയം പറയുന്നതിന് മുമ്പ് മമത എന്ന നേതാവിൻ്റെ പരാജയത്തെക്കുറിച്ചോ വീഴ്ചയെക്കുറിച്ചോ സംസാരിക്കണമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ആ മമതയുടെ വീഴ്ചയെ വിലയിരുത്തുന്നത്? ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ ബംഗാളിൻ്റെ തിരഞ്ഞെടുപ്പ് മമതയുടെ ഒരു പരാജയത്തിലുപരി ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് ഒരു ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ തേരിലേറിയിട്ടാണ് UDF ജയിച്ചതെന്നൊക്കെ പറയും. സത്യത്തിൽ ബംഗാളിൽ ഒരു ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ തേരിലേറിയിട്ടാണ് BJP ജയിച്ചത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊരു വലിയ പ്ലാനായിരുന്നു. വർഷങ്ങൾ നീണ്ട, പതിറ്റാണ്ടുകൾ നീണ്ട BJPയുടെ ഒരു പ്ലാനിൻ്റെ കൾമിനേഷനാണ്, അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ശരിക്കും ഇതിൽ കണ്ടത്. അതിന് മമതയുടെ ഈ ഭരണത്തിലുണ്ടായിരിക്കുന്ന പോരായ്മകൾ അതിനാക്കം കൂട്ടിയെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. മമതയുടേത് വലിയ പ്രതീക്ഷയിലായിരുന്നു ശരിക്കും ബംഗാൾ ജനത മമതയെ സ്വീകരിച്ചത്. കാരണം ദീർഘകാലം CPM അവിടെ ഭരിച്ചു, ഇടതുമുന്നണി ഭരിച്ചു, CPM അല്ല ഇടതുമുന്നണി ഭരിച്ചു. സാധാരണക്കാരിയായിട്ടാണ് അവരുടെ വരവ്. അവർ ശരിക്കും കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു. ഘനികാന്ത് ചൗധരിയെ പോലുള്ള വലിയ നേതാക്കന്മാർ ഭരിച്ച സ്ഥലത്തു നിന്ന് ഒരു ഇടത് തരംഗം വന്നു. പിന്നെ ദീർഘകാലം വേറൊരാൾക്ക് എന്താ പറയുക ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ബംഗാളിനെ CPM ഇടതുമുന്നണി കൈപ്പിടിയിൽ ഒതുക്കി. പക്ഷേ ആ ഭരണത്തിൽ ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. കാരണം ഒരു കാലത്ത് ബംഗാളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യ തലസ്ഥാനം വരെയായിട്ട് കണക്കാക്കുന്നത് വ്യവസായ തലസ്ഥാനമായിരുന്നു. ഒരുപാട് സമ്പത്തുള്ള, നമ്മൾ മെട്രോ ഒക്കെ നമ്മൾ കേൾക്കുന്നത് കൽക്കട്ട മെട്രോനെ കുറിച്ചാണ്. ട്രാമുണ്ട്. പക്ഷെ അവിടെ നിന്ന് ബംഗാൾ എന്താ പറയുക ഒരു അടി പോലും മുന്നോട്ട് പോയില്ല. കാരണം വലിയ പുരോഗതിയുടെ പാതയിലേക്ക് ഇന്ന് നമ്മൾ പറയുന്ന പുരോഗതി എന്ന് പറയുന്ന വലിയ റെയിൽവേ സംഗതികളിലേക്കൊന്നും ബംഗാൾ പോയില്ല. അതിൽ ഒരുപാട് മനം എടുത്തിട്ടുണ്ടാവണം ജനങ്ങൾക്ക്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് മമതയിലൂടെ തിരിച്ചു വരുന്നത്. കോൺഗ്രസിന് ശരിക്കും തിരിച്ചു വരാൻ യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. 70കളിലും 80കളിലൊന്നും യാതൊരു പ്രതീക്ഷയും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. വലിയ നേതാക്കന്മാരില്ല. മമത തന്നെ ഈ ഇടതും ഭരണത്തിനെതിരെയുള്ള സമരങ്ങൾക്ക് ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത്. അങ്ങനെ ഇരിക്കെയാണ് നന്ദിഗ്രാമും സിംഗൂരും ഒക്കെ അവിടെ വരുന്നത്. ശരിക്കും ഈ CPM അല്ലെങ്കിൽ ഇടതുമുന്നണിക്കെതിരെയുള്ള വലിയൊരു ആരോപണം വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നില്ല, ഈ വ്യവസായ രംഗത്തെ പാടെ അവഗണിക്കുന്നു എന്നൊക്കെ ആയിരുന്നു. അതിനൊരു പരിഹാരം കാണാനാണ് അവർ ടാറ്റയെ പോലെയുള്ള വലിയ കമ്പനികളെ ക്ഷണിച്ചു കൊണ്ടുവരുന്നതും സിംഗൂരിലും നന്ദിഗ്രാമിലും അവർക്ക് പ്ലാന്റ് തുടങ്ങാൻ അനുമതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതും. പക്ഷെ അത് വലിയ എതിർപ്പിന് വഴിവെച്ചു. ഇവിടെ കർഷകരാണി നിരന്നു. അന്ന് ആ സമരത്തെ നയിച്ചത് ശരിക്കും മമതാ ബാനർജിയാണ്. അപ്പോൾ ഈ ഇടതുമുന്നണിയുടെ ഒരു ഡൗൺഫോളിന്, അതിൻ്റെ വീഴ്ചയ്ക്ക് വലിയ എന്താ പറയുക ആക്കം കൂട്ടിയത് നന്ദിഗ്രാം പോലത്തെ സമരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു മമത വരുമ്പം. കാരണം സാധാരണക്കാരിയാണ്, ആർഭാടങ്ങളില്ല. പക്ഷേ തുടക്കകാലത്തൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഭരണത്തിൽ. ഒരുപാട് സ്കീമുകൾ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, കർഷകർക്ക് ഒക്കെ വലിയ പദ്ധതികൾ അവർ പ്രഖ്യാപിച്ചു. ക്ഷേമ പദ്ധതികൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിന് അവർ കുറേ എന്താ പറയുക, പിന്നെ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. കാരണം ഒരു വലിയ കമ്പനിയെ എതിർത്തിട്ട് വീണ്ടും അത് തന്നെ ആവർത്തിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇത്രയും വലിയ കമ്പനികൾക്കെതിരെ, ബഹിരാഷ്ട്ര കമ്പനികൾക്കെതിരെ സമരം ചെയ്തിട്ട് വീണ്ടും അവരെ തന്നെ ക്ഷണിച്ചു കൊണ്ടുവരാനുള്ള ഒരു പരിമിതി അവർക്കുണ്ടായിരുന്നു. ഈ കമ്പനികൾക്ക്, ഈ ബംഗാൾ വിട്ട കമ്പനികൾ ഉടനെ തന്നെ ഗുജറാത്തിലൊക്കെ പോയിട്ട് ഫാക്ടറി തുടങ്ങി. ടാറ്റ ഗുജറാത്തിൽ പോയിട്ട് തുടങ്ങി. അപ്പോൾ പിന്നീട് അവർ ഈ ഇടതു ഭരണത്തിൻ്റെ പോരായ്മകളൊക്കെ നികത്തി വരാൻ അവർക്കൊരു 5 വർഷം എടുത്തു. അതുകൊണ്ട് ആദ്യത്തെ 5 വർഷം വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടുള്ള 5 വർഷത്തിലാണ് മമതയുടെ അടി തെറ്റുന്നത്. എനിക്ക് തോന്നുന്നത് 2019 അവിടെ BJP ഏതാണ്ട് ചുവട് ഉറപ്പിച്ചു തുടങ്ങി. അതോടുകൂടി മമത എന്ത് ചെയ്തു? മമതയുടെ ഒരു ഫോക്കസ് തന്നെ മാറി.
അവർ ഈ പിന്നെ മതമൊക്കെ അവരുടെ ഒരു അജണ്ടയിലേക്ക് അത് കയറി. പിന്നെ അത് BJPക്കും വലിയ വളം എന്താ പറയുക വളക്കൂറുള്ള മണ്ണ് ഒരുക്കി കൊടുക്കുന്നതിൽ അത് വലിയ പങ്ക് വഹിച്ചു. പിന്നെ അവസാന ടേം ആകുമ്പോഴേക്കും അത് ശരിക്കും നരേന്ദ്രമോദി പല തെരഞ്ഞെടുപ്പ് ഇതിൽ പറഞ്ഞ പോലെ ജംഗിൾ രാജ് എന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. പിന്നെ ഒരു സെക്കൻഡ് ടേം മുതൽ തന്നെ അവിടെ ശരിക്കും അഴിമതി ആരോപണങ്ങൾ ഒരുപാട് വന്നു. ഇപ്പോൾ ശാരദാ ചിറ്റ് ഫണ്ട് ശരിക്കും സർക്കാരിനെ നിലം കുത്താൻ എന്താ പറയുക നിലം പതിക്കാൻ വരെ കാരണമായേക്കാവുന്ന വലിയൊരു അഴിമതിയായിരുന്നു ശാരദാ ചിറ്റ് ഫണ്ട്. പിന്നെ അതുപോലെ നാരദ കൊണ്ടുവന്ന സ്റ്റിംഗ് ഓപ്പറേഷനിൽ, പിന്നെ അധ്യാപക നിയമനം, പിന്നെ ഒരുപാട് കാര്യം. അന്ന് സിൻഡിക്കേറ്റ് രാജ് എന്നായിരുന്നു അവരെല്ലാവരും പറഞ്ഞിരുന്നത്. അങ്ങനെ അഴിമതിയുടെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അതിനെ മറയ്ക്കാൻ അവർ കണ്ട മാർഗം എന്ന് പറഞ്ഞാൽ ഈ അക്രമമായിരുന്നു. ശരിക്കും TMC പ്രവർത്തകർ കാരണം മറ്റ് പല എന്താ പറയുക എതിരാളികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. നമുക്കറിയാം ഒരുപാട് പേര് BJPക്കാരും CPMഉം കോൺഗ്രസും ഒക്കെ അകത്ത് കോൺഗ്രസോ BJP ആയിരിക്കുകയും പുറത്ത് അവർ TMC ആയിട്ട് പിന്നെ എന്താ പറയുക പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പറയാൻ വയ്യ. കാരണം ഇന്ന് രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ശരിക്കും പറഞ്ഞാൽ നീതിപൂർവമായി എവിടെയും അക്രമ സംഭവങ്ങൾ കാര്യമായിട്ടൊന്നും പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബംഗാളിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നമാണ്. എനിക്ക് തോന്നുന്നതിൽ ചെറിയൊരു അപവാദം ഇക്കുറിയുള്ള ഇത്തവണത്തെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പേ ഉണ്ടാവുള്ളൂ. ഇത്തവണ അവർ കേന്ദ്ര സേനയെ ഇറക്കി, TMC നേതാക്കളെ 6000-ഓളം കരുതൽ തടങ്കലിലാക്കി. ഇത്തവണ കേന്ദ്ര സർക്കാർ ശരിക്കും ഒരുങ്ങി തന്നെയായിരുന്നു. അവർക്കറിയാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞപ്പോൾ ഇതിന് തൊട്ട് മുന്നേ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ വ്യാപകമായ അക്രമമായിരുന്നു. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. വെറുതെ അക്രമ സംഭവങ്ങളും ബൂത്ത് പിടുത്തവും മാത്രമല്ല, പലർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ബൂത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇക്കുറി പക്ഷേ നേരത്തെ തന്നെ കേന്ദ്ര സേനയെ അവിടെ ഇറക്കുകയും അവർ വ്യാപകമായ റെയ്ഡ് നടത്തിയും ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും മുൻകരുതൽ അറസ്റ്റുകൾ നടത്തുകയോ ചെയ്തു. പിന്നെ അവരുടെ സാന്നിധ്യം എല്ലാ സ്ഥലങ്ങളിലും ബൂത്തുകളിൽ ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് നിർഭയരായിട്ട് വോട്ട് ചെയ്യാൻ പോകാൻ സാധിച്ചു. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളുണ്ട്. വോട്ട് ചെയ്യാൻ കന്നി വോട്ട് ചെയ്യാൻ പോയൊരു വോട്ടറെ എനിക്കറിയാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ബൂത്തിലെത്തുന്നതിന് മുന്നേ തന്നെ ആയുധമായി നിൽക്കുന്ന TMCക്കാർ തിരിച്ചു പോയിക്കോളാം പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയിട്ട് സങ്കടത്തോടെ വന്ന ആളുകളൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. ഇക്കുറി പക്ഷേ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അവർക്ക് ധൈര്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകാൻ സാധിച്ചു. അതിന് കേന്ദ്ര സേനയുടെ സാന്നിധ്യം തന്നെയാണ് കാരണം. പക്ഷേ ഈ കേന്ദ്ര സേനയെ ഉപയോഗിച്ച് ഈ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയായിരുന്നു ഒരു ആരോപണം മമത ഉന്നയിക്കുന്നുണ്ട്. കാരണം ആളുകളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നൊക്കെയുള്ള ആരോപണം ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അവർ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. മമതയുടെ വീഴ്ചയുടെ കൂടെ തന്നെ പറയേണ്ട ഒരാളാണ് സുവേന്ദു അധികാരി. ഒരുപക്ഷെ BJPക്ക് അത്ര വലിയൊരു വിജയം സമ്മാനിച്ചതിൽ ഈ സ്ട്രാറ്റജിക് പ്ലാൻ എല്ലാം ഉണ്ടെങ്കിലും സുവേന്ദു അധികാരിയുടെ ഒരു സാന്നിധ്യം നിർണായകമാണ്. ഒരു തവണ മമതയുടെ വലതുവശത്ത് അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആയിട്ട് നിന്നിരുന്ന ഒരാൾ പിന്നീട് ഇപ്പുറത്തേക്ക് വരികയും അത് ഒരു പാർട്ടിയെ മൊത്തത്തിൽ നയിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഒരുപക്ഷെ സുവേന്ദു അധികാരി ആയിരുന്നില്ല എങ്കിൽ BJPക്ക് ഇത്തരം ഒരു വിജയം അവിടെ സാധ്യമായിരുന്നു. ശരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പം സുവേന്ദുവിലല്ല തുടങ്ങേണ്ടത്. അത് ശരിക്കും ശ്യാമപ്രസാദ് മുഖർജിയിൽ തുടങ്ങണം. നമ്മളെപ്പോഴും പറയും എന്തുകൊണ്ടാണ് ബംഗാളിന് BJP ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. BJPയുടെ പൂർവ്വ സംഘടനയായിട്ടുള്ള ജനസംഘത്തിൻ്റെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജി ജനിച്ച മണ്ണാണ് ബംഗാൾ, കൽക്കട്ട. കാളിഘട്ടിൻ്റെ അടുത്താണ് ശ്യാമപ്രസാദ് മുഖർജിയുടെ വീട്. ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ മണ്ണിൽ BJPക്ക് ഒരു MLA പോലും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ സങ്കടകരമാണ്. 50കളിൽ ജനസംഘം സ്ഥാപിക്കുന്ന സമയത്ത് 5-8% വോട്ടൊക്കെ ജനസംഘം നേടാറുണ്ടായിരുന്നു. പിന്നെ 80കളോടുകൂടി പിന്നെ അത് തീർത്തും അപ്രസക്തമായി. BJPക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലമായി. കാരണം ഇടത് കോട്ട അവിടെ എന്നും BJPക്ക് കോട്ട കെട്ടി BJPയെ പുറത്ത് നിർത്തുക എന്നുള്ളത് ഒരു എന്താ പറയുക CPMഉം ഇടത് കക്ഷികളൊക്കെ എന്നും അഭിമാനത്തോടു കൂടി പറയുന്നത്. കാരണം ബുദ്ധിജീവിയുടെ നാടാണ്, അവിടെ BJPയുടെ പരിപ്പ് വേവില്ല എന്നൊക്കെ എന്ന് പറയുന്നത്. കാരണം BJPക്ക് എന്നും ആരോപണം ഹിന്ദി, ഹിന്ദുസ്ഥാനി ഈ ഒരു ആരോപണം എന്നും നടക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും BJPക്ക് എന്താ പറയുക അപ്രാപ്യമായൊരു സംസ്ഥാനമായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു 2 പതിറ്റാണ്ടായിട്ട് BJP ഇതിന് ബംഗാൾ പിടിക്കാനുള്ള പദ്ധതികൾ വളരെ ആസൂത്രിതമായിട്ട് തന്നെ അവരത് നടപ്പിൽ വരുത്തി. തലമുതിർന്ന നേതാക്കന്മാരെ അവിടെ പിന്നെ നിയോഗിച്ചു. അങ്ങനെ അവർ വലിയ പ്ലാൻ തന്നെ അവർക്കുണ്ടായിരുന്നു. ഈ ഒരു 10-15 വർഷം മുൻപ് ശരിക്കും 2014 തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ അമിത്ഷാ പല വേദികളിലും ഞങ്ങൾ ബംഗാൾ പിടിക്കും. അന്ന് അമിത്ഷാ പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട്, എന്താ അങ്ക ബംഗ കലിംഗ, ഇത് 3 ഞങ്ങൾ പിടിക്കും. ഈ അങ്ക ബംഗ കലിംഗ എന്ന് പറഞ്ഞാൽ അങ്ക എന്ന് പറഞ്ഞാൽ അത് ബീഹാറാണ്, ബംഗ ബംഗാൾ, കലിംഗ എന്ന് പറഞ്ഞാൽ ഒഡീസ, പഴയ ഒറീസ. ഇത് ശരിക്കും അത് 3 അവരിപ്പം കൈപ്പിടിയിലാക്കി. അതിനു വേണ്ടിയുള്ള കരുക്കൾ അവർ നേരത്തെ നീക്കി. ഒഡീഷ ശരിക്കും ബിജു പട്നായിക്കിൻ്റെ ഒരു നെടുങ്കോട്ടയായിരുന്നു. അവിടെ 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. പക്ഷേ അവിടെ ക്രമേണ അവർ പ്രവർത്തിച്ച് ഈ ബിജു പട്നായിക്കിൻ്റെ 24 വർഷത്തെ ഭരണം അവർ അവസാനിപ്പിച്ച് അവിടെ അധികാരത്തിലേറി. ബീഹാറിലും അതുപോലെ ഒരു സെക്കൻഡ് പാർട്ട്ണറായിട്ട് ഇങ്ങനെ നിന്ന JDUവിന് സെക്കൻഡ് പാർട്ട്ണറായിട്ട് നിന്നിരുന്നു. ഇപ്പം JDUവിനെ മറികടന്ന് അവിടെയും BJP മുഖ്യമന്ത്രി വന്നു. 3ാമത്തെ സ്റ്റോപ്പാണ് ഇപ്പം ബംഗാളിന് അവർ വലിയ പ്ലാനായിരുന്നു. BJPയുടെ ഒരു വളർച്ചയുടെ കണക്ക് നോക്കിയാൽ നല്ല രസമാണ്. ഇപ്പോൾ 2011 BJPക്ക് 4% വോട്ടാണ്, ഒരു സീറ്റില്ല. 2016 10% വോട്ട് കിട്ടി, 3 സീറ്റ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയൊരു ക്വാണ്ടം ജമ്പാണ്.
2021 37% വോട്ട് അവർ നേടി. 77 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റും. ഈ 2019 അതിന് മുൻപ് 2019 ലോക്സഭാ ഇലക്ഷനിലാണ് ശരിക്കും വലിയ കുതിപ്പ്. 40% വോട്ട് അവർ നേടി. ശരിക്കും TMCയെ വിറപ്പിച്ചു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി BJP അധികാരം പിടിക്കും. 2019 ലോക്സഭയ്ക്ക് ശേഷം എല്ലാവരും പറഞ്ഞത് 2021 തീർച്ചയായിട്ടും BJP അധികാരം പിടിക്കുമെന്നായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? അതിൽ പക്ഷേ കുറച്ച് കുറഞ്ഞു, 37% കുറഞ്ഞു സീറ്റും. അതാണ് ഇപ്പോൾ തിരിഞ്ഞിട്ട് 2026 45% വോട്ടും 208 സീറ്റാണ്. കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നേരെ ഉൾട്ടയാക്കി. കഴിഞ്ഞ തവണ 215 സീറ്റോട് കൂടിയാണ് TMC ഭരിച്ചത്. ഇവർക്ക് 77. അത് നേരെ ഉൾട്ടേ. അവർ 208 സീറ്റ്, 207 ഒരു സീറ്റിൽ ലീഡിംഗ് ആണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നവരെ. BJP ഇതുവരെ നേരിട്ടിരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ബംഗാളിൽ. ഒന്ന്, ഹിന്ദി പാർട്ടിയാണ് BJP എന്നുള്ളൊരു ആരോപണം. അത് മറികടക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ ഒരു ഹിന്ദു ഐഡൻറ്റിറ്റി പലപ്പോഴും പറയും, ജയ് ശ്രീറാം പിന്നെ മുദ്രാവാക്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ മുഖമുദ്ര. പക്ഷേ ഇക്കുറി അതെല്ലാം മാറ്റി നിർത്തി. ഈ ഹിന്ദുസ്ഥാനി എന്നുള്ളത് മാറി ശരിക്കൊരു ബംഗാളി പാർട്ടിയായിട്ട് മാറാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. അവരുടെ സ്ലോഗൻ മാറി, പിന്നെ അവരുടെ പ്രചരണ രീതികൾ മാറി, ജയ് ശ്രീറാം വിളികൾ മാറി. പ്രധാനമന്ത്രി വന്നിട്ട് സന്ദർശിച്ചത് കാളി ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം, ഫുട്ബോൾ കളിക്കുന്നു, ഹൗറ പാലത്തിലൂടെ നടക്കുന്നു, ഹുഗ്ലി നദിയിലൂടെ ബോട്ടിൽ പോകുന്നു. ശരിക്കൊരു ബംഗാളി ഒരു ഇമേജ് ഉണ്ടാക്കാൻ അവർ ഒരുപാട് പരിശ്രമിച്ചു. മമതയുടെ വലിയൊരു ആരോപണം എന്ന് പറഞ്ഞാൽ ഹിന്ദി എന്താ പറയുക, ബ്രാഹ്മണ മേധാവിത്വമുള്ള BJP വന്നു കഴിഞ്ഞാൽ മീനും മുട്ടയൊന്നും കഴിക്കുന്നില്ലാണ്ടാവും. ബംഗാളികൾക്ക് ഈ മീനൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ അമൃതാനന്ദ സ്വാമിയുടെ ഒരു അർദ്ധവിരാമം എന്ന പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു സംഗതിയുണ്ട്. ഈ നമ്മുടെ ബേലൂർ മഠത്തിലെ സന്യാസികളുടെ ഒരു പിന്നെ വെജിറ്റേറിയൻസ് ആണ് സന്യാസികൾ. അവിടെ വലിയ തർക്കം നടക്കുന്നത് നോൺ കഴിക്കാൻ പാടുമോ കഴിക്കാൻ പാടില്ല എന്ന തർക്കം ആ ബേലൂർ മഠത്തിൽ തന്നെ ഉണ്ടായിരുന്നു സ്വാമി അർദ്ധവിരാമം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം മീനെന്ന് പറഞ്ഞാൽ ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവിഭാജ്യമായ ഒരു ഘടകമാണ് അവരുടെ മെനുവിൽ. ബ്രാഹ്മണരും മീൻ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പം മമത പറഞ്ഞിരിക്കുന്നത് BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ബംഗാളികൾക്ക് ഇനി മീൻ കിട്ടാതാവും, മുട്ട കിട്ടാതാവും. അതുകൊണ്ട് തന്നെ BJP അത്തരം പ്രചരണങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് പിന്നെ വീടുകളിൽ പോയിട്ടും നേതാക്കന്മാരുടെ വീടുകളിൽ പോയിട്ടും മീൻ കഴിക്കുന്നതിൻ്റെ ഒക്കെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഒരു നോൺ വെജിറ്റേറിയൻ ആയിട്ട് ഒരാളായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് വരെ നമ്മൾ സുഗന്ധ മജുംദാർ കേന്ദ്രമന്ത്രി പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ബീറ്റ് ചെയ്യാൻ BJP കഠിനമായി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഭാഗ്യം ചോദിച്ച ഈ സുവേന്ദു അധികാരിൻ്റെ ചോദ്യം, BJP ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ മണ്ണാണെങ്കിലും പിന്നീട് നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബംഗാളി മുഖമായിട്ടൊരു നേതാവില്ല, ഒരു സ്റ്റാൾവേർട്ടായിട്ടൊരു നേതാവ് ഉണ്ടായിരുന്നില്ല. കുറേ കാലം ദിലീപ് ഘോഷ് ആയിരുന്നു അവിടുത്തെ നേതാവ്. പക്ഷേ ദിലീപ് ഘോഷിന് ഒരു ജനകീയനാവാൻ സാധിച്ചിരുന്നില്ല. പിന്നെ അതിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കിട്ടാൻ, അല്ലെങ്കിൽ ഒരു വലിയ നേതാവിനെ കിട്ടാൻ BJP പരമാവധി ശ്രമിച്ചു. കാരണം നമ്മൾ സൗരവ് ഗാംഗുലി, ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സൗരവ് ഗാംഗുലിനൊക്കെ BJP സമീപിച്ചിരുന്നു. പക്ഷേ BJPയുടെ കഷ്ടകാലത്തിന് ആ സമയത്താണ് സൗരവ് ഗാംഗുലി ഹാർട്ട് അറ്റാക്ക് വരികയും പിന്നെ സൗരവ് മമതയായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവസാനം എവിടെയും പിടികൊടുക്കാണ്ട് സൗരവ് മാറി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്കൊന്ന് 2022 സുവേന്ദു വെച്ചാൽ മമതയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു സുവേന്ദു മമതയായിട്ട് തെറ്റുന്നതും BJPയിലേക്ക് വരുന്നതും 2021 മറ്റാണ് വരുന്നത്. അതിനൊക്കെ ഒരു കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അഭിഷേക് ബാനർജിയാണ്. മമതയുടെ മരുമകനായിട്ടുള്ള അഭിഷേകിന് അടുത്തതും മമതയുടെ അനന്തരാവകാശിയായിട്ട് അഭിഷേക് ആയിരിക്കും വരിക എന്ന് ഉള്ളൊരു സംശയം വന്ന് തുടങ്ങിയപ്പോഴാണ് ആ അകൽച്ച തുടങ്ങിയത്. അതെനിക്ക് തോന്നുന്നത് ഈ പിന്നെ സുവേന്ദു മാത്രമല്ല, സുവേന്ദുവിൻ്റെ അച്ഛൻ ശിശിർ അധികാരി, അദ്ദേഹവും പിന്നെ പഴയ MP ആണ്. അദ്ദേഹം BJPയിലേക്ക് വന്നു. തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു BJP അദ്ദേഹത്തിനെങ്കിലും, പക്ഷേ പിന്നീട് BJPയുടെ ഒരു മുഖമായിട്ട് മാറാൻ സാധിച്ചു. ഈ മമതയ്ക്കെതിരെയുള്ള പോരാട്ടം മുഴുവൻ നയിക്കാനും സുവേന്ദുവിന് സാധിച്ചു. അതിൻ്റെ വലിയ അത്ഭുതങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ നന്ദിഗ്രാമിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മമതയെ തോൽപ്പിച്ചു. കഴിഞ്ഞ തവണ അത് വലിയ അത്ഭുതം. മമതയെ ബംഗാളിൽ ഒരാൾ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രതാപകാലത്ത് അത്ര എളുപ്പമല്ല. ഇത്തവണ 2026 വന്നപ്പോഴും അമിത്ഷാ കൊടുത്ത വലിയൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഭവാനിപ്പൂരിൽ മമത മത്സരിക്കുമ്പോൾ അവിടെ പോയിട്ട് മത്സരിക്കാൻ പറഞ്ഞു. അപ്പോൾ നന്ദിഗ്രാമിന് പുറമെ ഭവാനിപ്പൂരിലും മത്സരിച്ചു. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ഒരു പ്രതിപക്ഷ നേതാവും നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. അതിനൊരു ചങ്കൂറ്റം പിന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അത് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണെന്ന് സുവേന്ദു പറഞ്ഞു. അതിന് BJPയുടെ തന്ത്രം കൂടിയാണ്. കാരണം സുവേന്ദുവിനെ പോലത്തെ ഒരു ശക്തനായ ഒരു എതിരാളി ഭവാനിപ്പൂരിൽ വന്നാൽ മമതയ്ക്ക് സംഭവിക്കുന്നത് മമതയുടെ ഈ ഓടി നടന്ന് പ്രചരണത്തിന് പോകുന്ന മമത നിർത്തും. അത് മമതയെ ഈ ഭവാനിപ്പൂരിൽ ഒതുക്കി നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അന്ന് അതിനുണ്ടായിരുന്നു. പക്ഷേ ഏതൊക്കെ ഇത് ഫലം കണ്ടു എന്ന് വേണമല്ലോ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ 15,000 വോട്ടിനാണ് ഭവാനിപ്പൂരിൽ മമതയെ തോൽപ്പിക്കുന്നത്. സുവേന്ദുവിൻ്റെ വരവും സുവേന്ദുവിൻ്റെ ഈ നേതൃത്വവും ശരിക്കും BJP ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ തിരിച്ചുവരവിൽ. അതേപോലെ തന്നെ മമതാ ബാനർജീൻ്റെ പരാജയത്തിന് കാരണമായിട്ട് മറ്റൊരു കാര്യം, മമതാ ബാനർജിയോ തൃണമൂൽ കോൺഗ്രസോ പറയുന്ന ഒരു കാര്യം SIR ആണ്. SIRൽ 90 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇല്ലാതായിപ്പോയത്. അതിൽ തന്നെ 34 ലക്ഷത്തോളം വരുന്നത് മമതയുടെ സ്ട്രോങ് പോയിന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മമതയുടെ
ഉറച്ച വോട്ടുകളായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് SIR പിന്തള്ളപ്പെട്ടു പോയത്. അപ്പോൾ ഇതും ശരിക്ക് മമതയുടെ പരാജയത്തിന് ആക്കം കൂട്ടിയിരുന്നു. ഈ SIR-ഉം തിരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് തൻ്റെ തോൽവിക്ക് പ്രധാന കാരണക്കാരെന്നാണ് മമത ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് മമതയുടെ സമരം മുഴുവൻ നടന്നത്. പക്ഷെ അതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് അറിയാം. കാരണം SIR ബംഗാളിൽ മാത്രമല്ല, പക്ഷേ ബംഗാളിലൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഈ കുടിയേറ്റം ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ സംസ്ഥാനങ്ങളൊന്ന് ബംഗാളായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ കുറേ പേര് പിന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പോകും. അപ്പോൾ ഈ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ പോയെന്ന് മമത പറയുന്നുണ്ടെങ്കിലും അതല്ല വാസ്തവം. പിന്നെ ഈ മധുവ കമ്മ്യൂണിറ്റി, ഈ പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന മൈഗ്രൻ്റ് പിന്നെ തൊഴിലാളികളില്ലേ, അവരടങ്ങുന്ന മധുവ കമ്മ്യൂണിറ്റിയാണ് ഇതിൽ കൂടുതൽ പോയിരിക്കുന്നത്. അതിൽ പലരും സ്ഥലം മാറിപ്പോയതാണ്. അപ്പം വലിയ തോതിൽ വോട്ട് നഷ്ടപ്പെട്ടതും ഹിന്ദുക്കളുടേതാണെന്നുണ്ട്. BJP അതിനെ എന്താ പറയുക, അതിനെ എതിർക്കുന്നത്. അപ്പോൾ എത്രമാത്രം ശരിയാണെന്ന് എനിക്കല്ല. പക്ഷേ ഇത്രയും വലിയൊരു ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇത്രയും വലിയൊരു പിന്നെ ഗെയിം ചേഞ്ചറായിട്ടുള്ളൊരു മാറ്റത്തിന് അത് SIR മാത്രം ആയിരിക്കില്ല. കാരണം ഭരണത്തിലെ പോരായ്മ കൂടി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. SIR പോലെ തന്നെ മമതയുടെ പരാജയത്തിന് മറ്റു പല ഫാക്ടേഴ്സും ഉണ്ടാവും. ഈ പറഞ്ഞ ഭരണപക്ഷത്തിലെ അഴിമതി ആരോപണങ്ങളടക്കം വേറെ എന്തൊക്കെയാണ് ഈ പരാജയത്തിന് ശരിക്കും 2021 തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ മമതയ്ക്കെതിരെ അഴിമതി ആരോപണം നല്ലോണമുണ്ട്. അത് BJP ഉയർത്തിക്കാട്ടി. പക്ഷേ ഇക്കുറി അവർ ചെയ്തിരിക്കുന്നത് അതിന് വളരെ മൈന്യൂട്ടായിട്ട് മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ് അവർ നന്നായിട്ട് ചെയ്തു. ഇപ്പം ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന് അവർ ബീഹാറിൽ സമീപ സംസ്ഥാനങ്ങളിൽ ത്രിപുരയിൽ നിന്നും ഒക്കെ അവിടെ കൊണ്ടുപോയി. ഭൂപേന്ദ്ര ചൗഹാൻ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് അവിടെ ചുമതല കൊടുത്തു. അപ്പോൾ മൈക്രോ ലെവലിൽ അവർ ഓരോ കാര്യങ്ങളും മമതയുടെ ചെറിയ ചെറിയ സർക്കാരിൻ്റെ ചെറിയ രീതിയിലുള്ള വീഴ്ചകൾ പോലും അവർ ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സമരം നടത്തി. അതിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി. അത് വളരെ പോപ്പുലറൈസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ എല്ലാ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളുമായിട്ടും BJP കുർമി, ഈ മത്തുവ കമ്മ്യൂണിറ്റി, ഇത്തരം കമ്മ്യൂണിറ്റികളായിട്ട് മുഴുവൻ ഗൂർഖകൾ അവരൊക്കെ ആയിട്ട് അവരുടെ ഇടയിൽ നിന്ന് തന്നെ നേതാക്കന്മാരെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യാൻ പിന്നെ BJPക്ക് സാധിച്ചു. അതുപോലെ രസം എന്ന് വെച്ചാൽ ഈ ബംഗാളിലൊരു വലിയൊരു രണ്ട് വിഭാഗം, ഒരു ഭദ്രലോക ആൾക്കാരും ഒരു ചോട്ടാലോക ആൾക്കാരും, ഇന്ന് ബുദ്ധിജീവികളുമായിട്ടുള്ള എല്ലായിട്ട് ആൾക്കാരും സാധാരണ ആൾക്കാരും. സാധാരണ BJPയിൽ നിന്ന് വന്ന നേതാക്കന്മാർ പലരും ഇപ്പം ശ്യാംപ്രസാദ് മുഖർജി അടക്കമുള്ള ഒരു ഈ ഭദ്രലോക വിഭാഗത്തിൽപ്പെട്ടവരാണ്, അപ്പർ ക്ലാസ് ആൾക്കാരാണ്. ഇക്കുറി പക്ഷേ അവർ ഈ സാധാരണക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമാക്കാർ ഒരുപാട് ഉപയോഗിച്ചു. ഇപ്പോൾ മിഥുൻ ചക്രവർത്തിയെ പോലെയുള്ള സിനിമാ താരങ്ങൾ അവർ നന്നായിട്ട് പ്രചരണത്തിലും സംഗതികൾക്കൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ സർക്കാരിൻ്റെ ഓരോ വീഴ്ചകളെയും അവർ മൈന്യൂട്ട് ലെവലിൽ തന്നെ നേരിടാൻ സാധിച്ചു. പക്ഷേ ഈ സമയത്തും മമത പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ മമതയ്ക്ക് സാധിച്ചില്ല. മമതയുടെ ശ്രദ്ധ മുഴുവനും SIR-ലും പിന്നെ ഇലക്ഷൻ കമ്മീഷനിലെ സമരങ്ങളിൽ പോയി. അവരുടെ മുഴുവൻ വളരെ ഉപരിവിപ്ലവമായിട്ടുള്ള സംഗതികൾ കൈകാര്യം ചെയ്യുമ്പോൾ BJP മൈന്യൂട്ടായിട്ട് അവരെ ആക്രമിക്കുകയും അവരുടെ ബേസ് ആയിട്ടുള്ള അവരുടെ പിന്നെ വോട്ടിംഗ് എന്താ പറയുക, അവരുടെ ഈ വോട്ടിംഗ് കമ്മ്യൂണിറ്റിയെ മുഴുവൻ അവർ പിന്നെ സ്വന്തമാക്കുകയും ചെയ്തു. ഈ പ്രസംഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ആൾക്കാരുമായിട്ടുള്ള ബന്ധമാണ് ആൾക്കാരായിട്ടുള്ള കണക്ട് മമതയ്ക്ക് ശരിക്കും നഷ്ടപ്പെട്ടു. BJP അതേസമയം ഈ ചെറിയ കമ്മ്യൂണിറ്റികളിലേക്ക് ഇറങ്ങി അവരുടെ പിന്നെ കണക്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം BJPക്കെതിരെ വോട്ട് ചെയ്തു നമ്മൾ പറയുന്ന സമയത്തും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും മുഴുവൻ അവർ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹുമയൂൺ കബീറിൻ്റെയൊക്കെ പാർട്ടികളുണ്ടെങ്കിലും അവർക്ക് അവരുടെ സ്ട്രോങ് ഹോൾഡിൽ ഒരു സീറ്റ് കിട്ടി. ഈ ഒരുപാട് മുസ്ലിം വോട്ട് വിഭജിക്കാതെ തന്നെ BJPക്ക് ഇവിടെയൊക്കെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ആളുകൾ ഒരു ഓൾട്ടർനേറ്റീവിന് വേണ്ടി പ്രതീക്ഷിക്കേണ്ടത്. BJP ഇപ്രാവശ്യം വളരെ പോസിറ്റീവായിരുന്നു അവരുടെ ക്യാമ്പയിൻ. സാധാരണ പ്രതിപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ വളരെ നെഗറ്റീവായിരിക്കുമല്ലോ, കാരണം സർക്കാരിനെ എല്ലാം എതിർക്കുക. ഇത്തവണ അവർ പറഞ്ഞിരിക്കുന്നത് പരിവർത്തനമാണ്, മാറ്റമാണ് അവർ പറഞ്ഞത്. കേരളത്തിലും അത് തന്നെ ഒരു മുദ്രാവാക്യം. പക്ഷേ കേരളത്തേക്കാൾ കൂടുതൽ അത് എഫക്റ്റീവായത് ബംഗാളിലാണ്. കാരണം ബംഗാളിലെ ജനങ്ങൾ ശരിക്കും ഒരു മാറ്റം ആഗ്രഹിച്ചിരിക്കരുത്. പിന്നെ രണ്ടാമത്തെ അവരുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ സുവർണ്ണ ബംഗ്ലാ. അപ്പോൾ ബംഗാളിനൊരു സുവർണ്ണ കാലഘട്ടം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അവിടെയായിരുന്നു. ബംഗാളിനൊരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ സുവർണ്ണ കാലഘട്ടമാണ് അവർ വീണ്ടും വാഗ്ദാനം ചെയ്തത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രചരണമായിരുന്നു ഇക്കുറി. അത് ജനങ്ങൾ സ്വീകരിച്ചു. കാരണം അവർ മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭദ്രലാകും, ചോട്ടാലാകും, ഈ എല്ലാ ആളുകളും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പല രീതിയിലായിട്ടും. അതവർ സ്വീകരിച്ചു. അതാണ് ഇത്രയും വലിയൊരു മാൻഡേറ്റ് BJPക്ക് അനുകൂലമായിട്ട് കിട്ടാനുള്ളൊരു കാരണം. മമതയുടെ തോൽവിയും അതുപോലെ തന്നെ BJPയുടെ വളർച്ചയൊക്കെ പറയുമ്പോഴും ഇടതുപക്ഷത്തിന് നമുക്ക് പറയാതിരിക്കാനാവില്ല. ശരിക്കും ഇടതുപക്ഷം നിലവിൽ എന്താണ് ബംഗാളിൽ സ്ഥിതി? ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലേക്ക് തന്നെ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടോ ശരിക്കും? BJP ബംഗാളിൽ വരാതിരിക്കുന്നതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണി അവിടെ CPM ഇടത് കോട്ടയായതുകൊണ്ടാണ് BJP അവിടെ വരാത്തതെന്ന് പറയും. ആ സ്ഥാനത്ത് നിന്ന് BJPക്ക് 208 സീറ്റും 45% വോട്ടും ഉള്ളപ്പം 10 ഒരു ഏതാണ്ട് അരനൂറ്റാണ്ട് പിന്നെ അവിടെ ഭരിച്ച ഇടതുമുന്നണിക്ക് CPM-ന് കിട്ടിയിരിക്കുന്ന 2 സീറ്റ് 5% വോട്ടും, കോൺഗ്രസിന് 1 സീറ്റ് ഏതാണ്ട് അതിൻ്റെ അടുത്ത്. കോൺഗ്രസും കുറേ കാലം ഭരിച്ചതാണ്.
അപ്പം ഈ നയവൈകല്യം കൊണ്ടോ ഭരണ വൈകല്യം കൊണ്ടൊക്കെ തന്നെ ആയിരിക്കണമല്ലോ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു പോയി എന്നുള്ളതിന് വേറെ തെളിവ് വേണ്ട. പിന്നെ ത്രിപുരയിലൊക്കെ ഇത് സംഭവിച്ചു. കാരണം ഒരു CPM-ൻ്റെ സ്ട്രോങ് ഹോൾഡായിരുന്നു. CPM ഒരിക്കൽ അധികാരത്തിൽ ഇറങ്ങിയ ശേഷം ഇത് കൂട്ടമായിട്ട് ഈ ആളുകൾ ഒന്നെങ്കിൽ ത്രിപുരയിലേക്ക് അല്ല TMC-യിലേക്ക് അല്ലെങ്കിൽ BJP-യിലേക്ക് പോകുന്നൊരു കാഴ്ച. ത്രിപുരയിൽ പൂർണ്ണമായിട്ട് ഇത് BJP-യായി മാറി. പഞ്ചായത്ത് ഇലക്ഷനിലൊന്നും CPM-ൻ്റെ പൊടി പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു. അത് തന്നെയാണ് ഇപ്പം ബംഗാളിലും സംഭവിച്ചിരിക്കുന്നത്. കാരണം അവരിപ്പോഴും ഈ എന്താ പറയുക എഴുത്തുകാരും ഒക്കെ ചിന്തകന്മാരും ഒക്കെ ഉള്ള നാടാണ് ബംഗാൾ. നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക സിനിമയിൽ അതിൽ ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ പറയുന്ന സാധനമുണ്ട്. തമിഴ്നാട് പോലെ ഞങ്ങൾ കേരളം ബംഗാളികളും ബുദ്ധിജീവികളുടെ നാടാണ്. അപ്പോൾ ഒരു കുറേ കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബുദ്ധിജീവികളുടെ നാടാണ്, അവിടെ BJP-യുടെ ഹിന്ദു പൊളിറ്റിക്സിനോ അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തിനോ അവിടെ സ്ഥാനമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും ജനത്തിന് അതൊന്നും അല്ല. ഇത് ഈ മുദ്രാവാക്യങ്ങളിൽ മാത്രം പോരാ. ജനത്തിന് വയറിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. വികസനം വേണം, തൊഴിൽ വേണം. ഇടമുന്നണിയുടെ സമയത്ത് തൊഴിലില്ലായ്മയുടെ വലിയ പ്രശ്നമുണ്ടായിരുന്നു. അത് തന്നെ മമതി ആവർത്തിച്ചപ്പോഴാണ് അവർ BJP-യിലേക്കും കൂറുമാറിയത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം. കേരളം എന്തുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്നു? നമ്മളിപ്പം പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് മാറുന്നു, കുത്തക മുതലാളിമാരുടെ അടുത്തേക്ക് മാറുന്നു എന്നൊക്കെ പിണറായി വിജയനെതിരെയുള്ള വലിയ ആരോപണങ്ങൾ. പക്ഷെ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ പിടിച്ചു നിന്നത്. ഈ വികസനമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ തൊഴിലുണ്ടാകുന്നത്. അതൊക്കെ അവിടെ വഴി വാതിലടച്ച് ബംഗാൾ അതിനൊക്കെ വാതിലടച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടേക്ക് വികസനം പിന്നെ നിക്ഷേപങ്ങൾ വരാതായി, തൊഴിലവസരങ്ങളില്ലാതായി. അപ്പം സ്വാഭാവികമായിട്ട് വികസന മുരടിപ്പ് വരും, ജനങ്ങൾ പിന്നെ വിഷമിക്കും. അപ്പോൾ അതിന് കാരണക്കാരാരാണോ അവരെ അവർ പുറന്തള്ളും. അതാണ് അതായിരിക്കണം ബംഗാളിൽ സംഭവിച്ചത്. ഒരു തിരിച്ചുവരവ് CPM-ന് അല്ലെങ്കിൽ കോൺഗ്രസിനോ എളുപ്പമായിരിക്കില്ല തോന്നുന്നു. പക്ഷെ അതിലും വേറെ ഒരു വിഷയം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ മമതയുടെ തോൽവി ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും പൂർണ്ണമായി കുറേ പേരെങ്കിലും ഇനി BJP-യിലേക്ക് കൂറുമാറും. അതങ്ങനെയാണല്ലോ എൻ്റെ ഒരു സംഗതി. പക്ഷേ അത് അങ്ങനെ ആയിക്കോളുന്നില്ല. മമതയുടെ ഒരു ഡൗൺഫോൾ ഈ മമതയ്ക്ക് ഒരിക്കലും ഉയരാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വലിയൊരു സ്പേസ് ഉണ്ട്. ചിലപ്പോൾ ഈ എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന പല നേതാക്കന്മാരുടെ ഒരു ശൈലി ഒരു പരിധിവരെ ശരിക്കും മമതയും എല്ലാ ഒറ്റ നേതാക്കന്മാരുടെ എല്ലാ കക്ഷികൾക്കും അത് സംഭവിച്ചു. അത് മമത മാത്രമല്ല, നമ്മൾ മായാവതി ഇങ്ങനെ എല്ലാ നേതാക്കന്മാരെടുത്താലും അവർക്ക് ശേഷം പിന്നെ അവർ രണ്ടാം നിരയെ അവർ വളർത്തിയെടുക്കുന്നില്ല. മമത തന്നെ ചെയ്ത് അഭിഷേക് ബാനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് മമതയുടെ കാലം കഴിഞ്ഞാൽ ഇനി TMC ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ അവിടെ കുറേ പേര് BJP-യിലേക്ക് പോയാലും BJP അല്ലാതെ കുറേ പേര് അവിടെ ഉണ്ടോ BJP-യിലേക്ക് പോകാൻ കഴിയാത്തവർ, അവർക്ക് എവിടെ ഓപ്ഷൻ? ആ ഓപ്ഷൻ തുറന്നു കൊടുക്കുന്ന സ്ഥലത്താണ് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഈ തിരിച്ചുവരവിൻ്റെ ഒരു സാധ്യത. അവരെ അവർ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ കോൺഗ്രസിനും തിരിച്ചു വരാം, CPM-നും തിരിച്ചു വരാം. കോൺഗ്രസിന് അവിടെ വലിയ നേതാക്കന്മാരില്ല. ഇപ്പോൾ അധീർ രഞ്ജൻ ചൗധരിയൊക്കെ വലിയ നേതാവായിട്ട് വന്നു, ലോക്സഭാ പ്രതിപക്ഷ നേതാവിൻ്റെ ലോക്സഭയിൽ കോൺഗ്രസിനെ നയിച്ചു. പക്ഷേ ഈ ഇലക്ഷന് അധീർ രഞ്ജൻ പോലും തോറ്റുപോയി. CPM-നാണ് വലിയ നേതാക്കന്മാരുടെ അവസ്ഥയിലേക്ക് വന്നു. ഇപ്പം നമ്മൾ ഈ പ്രചരണത്തിൽ നമ്മൾ കണ്ടു വളരെ ദയനീയമായിരുന്നു CPM-ൻ്റെ ഒക്കെ ഒരു പ്രചരണം. പക്ഷെ ഇപ്പോഴും മമത ചീഞ്ഞാൽ ആർക്ക് വളമാവും എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. എന്തായാലും ഒരു BJP ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവണം. ഒരു പ്രതിപക്ഷം എന്തായാലും വേണമല്ലോ. അപ്പോൾ ഈ മമത ഇല്ലാതായാൽ അതിൽ ചിലപ്പം CPM-നും കയറി വരാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. അവരെത്രമാത്രം മുതലാക്കും നമുക്കറിയില്ല. കാരണം ത്രിപുരയിലൊന്നും പക്ഷേ അത് അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. ശരി, മുന്നോട്ട് നയിക്കാൻ ഒരു നേതാവിൻ്റെ കുറവ് അതൊരു വലിയൊരു വിഷയമുണ്ട്. ഈ പ്രത്യയശാസ്ത്ര കടുംപിടുത്തങ്ങളൊക്കെ മാറ്റിവെച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർ ഉൾക്കൊള്ളാൻ തയ്യാറാക്കുകയാൽ അവിടെയും CPM-ന് സാധ്യതയുണ്ട്. കാരണം ബംഗാൾ മറ്റ് പല സംസ്ഥാനങ്ങളും പോലെയൊന്നുമില്ല. അത്രയും ഒടിയുറച്ച പിന്നെ കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയോടൊപ്പം സഞ്ചരിച്ച രക്തത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസമുള്ള ഒരു നാടാണ്. അത് തന്നെ എത്ര പെട്ടെന്ന് CPM-നെ എഴുതി തള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM-ന് തിരിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ അത് മമതയുടെ തകർച്ചയെ അവരെങ്ങനെ മുതലെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് ഇനി മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത്. ശരിക്കും ബംഗാളിൽ ഇനി ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ആരായിരിക്കും അത്? സുവേന്ദു അധികാരി തന്നെ ആയിരിക്കുമോ? ഇപ്പോഴത്തെ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ നയിച്ചിരിക്കുന്നത് സുവേന്ദുവാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ VD സതീശനാണ് മുഴുവൻ നയിച്ചതെന്ന് പറഞ്ഞ് ഇപ്പം വലിയ തർക്കം തുടങ്ങിയത്. അത്തരം ഒരു തർക്കം ബംഗാൾ ഇപ്പോൾ തുടങ്ങിയിട്ടില്ലെങ്കിലും അവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സുവേന്ദുവിന് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം പരിഗണിക്കുക ഒരുപക്ഷെ സുവേന്ദുവിനായിരിക്കും. സുവേന്ദുവിന് തന്നെ ആയിരിക്കും എന്ന കാരണം സുവേന്ദു ഒരു ബംഗാളിൻ്റെ ഒരു മുഖമാണ്. പിന്നെ സുവേന്ദു TMC-യിൽ നിന്ന് വന്നു എന്നുള്ളത് വേണമെങ്കിൽ ഇവർക്ക് ന്യൂനതയായിട്ട് പറയും. പക്ഷേ സുവേന്ദു ആണ് അതിനെ മുഴുവൻ നയിച്ചത്. സുവേന്ദുവിനെ മാറ്റി നിർത്തിയ ഒരു പരീക്ഷണത്തിന് അവർ മുതിരുമോ എന്നുള്ളത് അറിയില്ല. ആദ്യമായിട്ട് കിട്ടിയതല്ലേ. ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ ഒരു പക്ഷേ രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ അവർ ചെയ്തു. പക്ഷെ ഇപ്പോൾ ഒരു സുവേന്ദുവിന് മാറ്റി ഒരു റിസ്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സംസ്ഥാന പ്രസിഡന്റ് സമീക് ഭട്ടാചാര്യ അടിയുറച്ചൊരു സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന ഒരാളാണ്. പിന്നെ ഒരു വാജ്പേയി മുഖമാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരാളാണ്. മാത്രമല്ല ഇപ്പോൾ ഈ സംഘടന ഈ കഴിഞ്ഞ 2021-നും 2026-നും ഇടയിൽ സംഘടനയെ നന്നായിട്ട് തന്നെ ആ ചട്ടക്കൂടൊക്കെ ശരിയാക്കുകയും താഴേത്തടയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ ഈ സമീക് ഭട്ടാചാര്യയുടെ ഒരു പങ്ക് വളരെ വലുതാണ്. ഇരുവരെയും ഡൽഹിക്ക് വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്ന് തോന്നുന്നു.
പിന്നീട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളെ മാധ്യമ പ്രവർത്തകനായ സ്വപൻ ദാസ് ഗുപ്ത ജയിച്ചിട്ടുണ്ട്, സ്വപനെ പരിഗണിക്കാം. പിന്നെ പഴയ അധ്യക്ഷനായിട്ട് ദിലീപ് ഘോഷ്. ഇപ്പം നമ്മൾ പറയുമ്പോൾ ഒന്നുമല്ലാത്ത ഈ 2017 ബി ജെ പി ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് 2014-16 എത്തുമ്പം 3 സീറ്റിലേക്കും 71 സീറ്റിലേക്കും ഒക്കെ എത്തിച്ചത് അല്ലെ ദിലീപ് ഘോഷ് ആയിരുന്നു അന്ന് പിന്നെ സംസ്ഥാന അധ്യക്ഷൻ. ദിലീപ് ഘോഷിൻ്റെ പങ്ക് വലുതാണ്. പക്ഷേ ദിലീപ് ഘോഷിന് ചില ന്യൂനതകൾ എന്താണെന്ന് വെച്ചാൽ ജനകീയ മുഖമല്ല, പിന്നെ സംസാരം ഒരു വലിയ പ്രശ്നമാണ്, വിവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ ആളാണ്. അപ്പോൾ അത്തരം ഒരാളെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു റിസ്ക് എടുത്തിട്ട് അവർ ചെയ്യുമോ എന്നറിയില്ല. പക്ഷേ RSSൻ്റെ ഒരു ബാക്കിംഗ് ഒക്കെ ഒരു പക്ഷേ ഉണ്ടാവും. ദിലീപ് ഘോഷ് കുറച്ച് കാലമായിട്ട് പാർട്ടിയായിട്ട് അകന്ന് കഴിയുമായിരുന്നു. ഈ സംയുക്ത ഭട്ടാചാര്യൊക്കെ വന്നതിന് ശേഷം ഈ 2026 തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്താണ് ദിലീപ് ഘോഷിനെ ഒപ്പം കൂട്ടി ഈ പ്രചരണത്തിന് നന്നായി ദിലീപ് ഘോഷും ജയിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഉത്തര ബംഗാൾ ഭാഗത്തു നിന്ന് ഒരാളെ പരിഗണിക്കുകയാണെങ്കിൽ സുഗന്ധ മജൂംദാർ ആയിരിക്കും. ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്, പക്ഷേ വളരെ ശക്തനാണ്, ചെറുപ്പക്കാരനാണ്, ഗ്രാസ് റൂട്ട് ലെവലിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. ഒരുപക്ഷെ സുഗന്ധ മജൂംദാറിനെ പരിഗണിച്ചേക്കാം. പിന്നെ അതല്ല, ഇപ്പം വനിതാ സംവരണ ബില്ലൊക്കെ വലിയ ചർച്ച നടക്കുന്ന ഒരു സമയമല്ലേ. അപ്പോൾ ഒരുപക്ഷെ സ്ത്രീകൾക്കാണ് പിന്നെ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അഗ്നിമിത്ര പോൾ ഫാഷൻ ഡിസൈനറാണ്, വളരെ തീപ്പൊരി നേതാവാണ്. ഇപ്പം മമതയ്ക്ക് ഒപ്പത്തിനൊപ്പം നിന്ന് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരു പക്ഷേ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്, ഈ മഹിളാ മോർച്ചയുടെ പ്രസിഡൻ്റായിരുന്നു. അഗ്നിമിത്രയ്ക്കും ഒരു ചെറിയൊരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ രൂപ ഗാംഗുലി, നമ്മുടെ മഹാഭാരതത്തിലെ ദ്രൗപദി ആയിരുന്നു രൂപ ഗാംഗുലി, ഇപ്പോൾ മഹിളാ മോർച്ച അധ്യക്ഷയാണ്. രൂപയും അത്യാവശ്യം നന്നായിട്ട് പൊതുജനമായിട്ട് കണക്റ്റുള്ള ഒരാളാണ്. ഒരു പക്ഷേ രൂപയും പരിഗണിച്ചുകൂടായില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് സുവേന്ദു തന്നെ ആയിരിക്കും. ഒരു വലിയ റിസ്ക് ഒന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുവേന്ദു പിന്നെ നോമിനേഷൻ പേപ്പർ കൊടുക്കുമ്പം കൂടെ ചെന്ന് അമിത്ഷായാണ്. അതൊരു വലിയ പ്രഖ്യാപനമാണ്. കേന്ദ്ര നേതൃത്വത്തിന് പിന്തുണയുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. പിന്നെ ഈ കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും വെറുതെ ആവില്ല, ഇതിൻ്റെ മോഡിയുടെ ഗ്യാരണ്ടിയാണെന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ ആയിരുന്നു എന്ന് ചെന്നത്. കാരണം അങ്ങനെ ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോകേണ്ട വിഷയം ഉണ്ടായിരുന്നില്ല. അമിത്ഷാ നേരിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷൻ തന്നെ മേൽനോട്ടം വഹിച്ചത്. അപ്പോൾ അവസാനം ആ വാർ റൂം, നമ്മൾ പറയുന്ന വാർ റൂം എന്നല്ല, ഇലക്ഷൻ വാർ റൂമിൽ അമിത്ഷായുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇലക്ഷൻ ദിവസങ്ങളിലൊക്കെ. അപ്പം അത്ര പിന്നെ ക്രമസമാധാനം മുഴുവൻ മേൽനോട്ടം വഹിച്ചു അമിത്ഷാ നേരിട്ട് തന്നെയാണ് ഈ കേന്ദ്ര സേനയുടെ. അപ്പം എനിക്ക് തോന്നുന്നത് അതൊരു പ്രഖ്യാപനമായിരുന്നു. അമിത്ഷായുടെ സാന്നിധ്യം സുവേന്ദു തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. അധികാരത്തിലെത്തുന്ന BJP അത്ര എളുപ്പമല്ല ബംഗാൾ ഭരിക്കുക എന്ന് പറയുന്നത്. കാരണം ഇനി അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ക്ഷേമ പദ്ധതികളടക്കം വീണ്ടും കൊണ്ടുവന്ന് വേണം അവിടുത്തെ ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ. എത്രമാത്രം വെല്ലുവിളിയാണ് ശരിക്കും അത് ഒരു സർക്കാരിനെ സംബന്ധിച്ച്? അധികാരം പിടിക്കൽ ഇത്ര ബുദ്ധിമുട്ടായിരിക്കില്ല ഒരു പക്ഷേ. അത് കൊണ്ടുപോകുക, അത് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഭാഗ്യ ചോദിച്ചതുപോലെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ബംഗാൾ വളരെ പിന്നാക്കം ഒരു സംസ്ഥാനമായിട്ട് മുദ്ര കുത്തപ്പെട്ടു. ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രമസമാധാനമാണ്. എങ്ങനെ ഈ മുഴുവൻ അവിടെ അക്രമ സംഭവങ്ങൾ നടക്കാത്തൊരു ദിവസം പോലുമില്ല. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറയാണ്ട് പോയ ഒരു സംഗതിയുണ്ട്. BJP അധികാരത്തിൽ വരുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവച്ച വലിയൊരു സംഭവമുണ്ട് അവിടെ, RG-കർ മെഡിക്കൽ കോളേജിലെ സംഭവം. ഒരു പെൺകുട്ടി, പിന്നെ അത് നമ്മുടെ ക്രമസമാധാന പാലനം അങ്ങേയറ്റം തകർന്നതിന് തെളിവാണ്. ഈ BJP അധികാരത്തിൽ കയറുന്നതിന് വലിയൊരു പിന്നെ എന്താ പറയുക ചാലക ശക്തിയായിട്ട് ആ പ്രതിഷേധം മാറിയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ അമ്മ വരെ ഇപ്രാവശ്യം മത്സരിക്കുക വരെ ചെയ്തു. അപ്പോൾ ക്രമസമാധാന പാലനം എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ അജണ്ട. മാത്രം ഈ അക്രമികൾ എങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പോൾ വരും ദിവസങ്ങളിൽ ബംഗാളിൽ എന്താ സംഭവിക്കുക നമുക്കറിയില്ല. കാരണം TMC നമ്മൾ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കണ്ടു പരസ്യമായിട്ടാണ് അക്രമം. അപ്പോൾ അതിന് ആദ്യം ക്രമസമാധാനം എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് വലിയ വിഷയം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിജയ ആഘോഷം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ഓഫീസിൽ വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മൾ പ്രതികാരത്തിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കണം, അതല്ല ബംഗാളിൻ്റെ വഴി, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് BJP പ്രവർത്തകർക്കുമുള്ളൊരു സന്ദേശമാണ്. നിങ്ങൾക്ക് ഒരുപാട് തല്ല് കിട്ടിയവരാണ്, ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടവരാണ്. പക്ഷേ നിങ്ങൾ അവരുടെ ജീവൻ എടുക്കാനോ അല്ലെങ്കിൽ അവരെ തിരിച്ചു തല്ലാനോ പോകരുത്. അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നൊരു സൂചന, ഒരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി BJP ആസ്ഥാനത്ത് നടത്തിയത്. അത് പ്രധാനമന്ത്രി മോഡിയുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചിരുന്നു. ബംഗാളി വേഷത്തിൽ വന്നിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ആദ്യം ഇത് ക്രമസമാധാന പാലനമായിരിക്കും. രണ്ടാം ഘട്ടമായിരിക്കും ഈ എന്താ പറയുക നിക്ഷേപങ്ങൾ കൊണ്ടുവരിക, അതേ വികസനം. അത്ര എളുപ്പമല്ല. കാരണം കൽക്കട്ടയിൽ വികസനം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കൃഷിഭൂമി ഏറ്റെടുത്തുള്ള വികസനമൊക്കെ വലിയ സമരം നടന്നാൽ മമത വീണ്ടും അത് ഇറങ്ങും. ഞാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷത്ത് മമത ഉണ്ട് എന്നുള്ളത് BJP സംബന്ധിച്ചിട്ട് വലിയൊരു വിഷയമാണ്. ചെറിയ വിഷയങ്ങൾക്ക് പോലും അവർ തെരുവിലിറങ്ങും. എന്ത് നാടകം കളിക്കാനും അറിയാവുന്ന തയ്യാറായിട്ടുള്ള ഒരാളാണ് മമതാ ബാനർജി. അത് അത്തരം മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല. ശക്തമായിട്ടൊരു പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് ഉള്ളിലല്ല പുറത്തായിരിക്കും. അധികാരമില്ലാത്ത മമത വളരെ അപകടകാരിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ള വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. അത് അവർ ചെയ്യുമായിരിക്കും. പിന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും വലുതാണ്. ഇപ്പോൾ മമതയുടെ സ്ത്രീകൾക്ക് 1500 രൂപ കൊടുക്കുന്നതിന് പകരം 3000 രൂപയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് പദ്ധതികളുണ്ട്.
അപ്പം ഈ ഖജനാവ് കാലിയാവാതെ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യങ്ങളായിരിക്കില്ല, പക്ഷേ ചെയ്യുമായിരിക്കും. കാരണം അതിന് ഡബിൾ എഞ്ചിൻ സർക്കാരാണെന്ന് മോഡി പറഞ്ഞ് ബംഗാളിലും അത് പറഞ്ഞിട്ടുണ്ട്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അകമഴിഞ്ഞ പിന്തുണയുണ്ടാവും. തിരിച്ചു വരുമായിരിക്കും, ബംഗാൾ ഒരു സുവർണ്ണ ബംഗ്ലായിലേക്ക് തിരിച്ചു വരുമായിരിക്കും. അതിന് ഈ ഭരണമാറ്റം അതിനൊരു നാന്ദിയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.